കാറ്റഗൂലിയൊക്കെ നമുക്ക് മില്ലേര് തരേണ്ടതാണ്. അപ്പൊ ഒരുവിധം കർഷകർക്കൊന്നും ശരിക്കും കിട്ടണമെന്നില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക തന്നെയാണ് ഇപ്പൊ. അതായത് നമ്മളെ കാറ്റഗൂലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കിൻഡലിനാണ് റേറ്റ്. മൊത്തം ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ വണ്ടി നമ്മൾ കാലി തൂക്കും. അത് കഴിഞ്ഞിട്ട് നെല്ല് ലോഡ് ചെയ്തതിന് ശേഷം ഫുൾ ലോഡ് നമ്മൾ തൂക്കിയതിന് ശേഷം കാലി അതിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെല്ലിന്റെ തൂക്കം കിട്ടും. അത് കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോനാണ്. അപ്പൊ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു കിൻഡലിന്റെ റേറ്റ് നമ്മൾ, അതായത് 100 കിലോന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 45 രൂപ വെച്ചിട്ടാണ് നമ്മൾ യൂണിയൻ ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു 1000 കിലോനാണെങ്കിൽ 10 കിൻഡൽ 45 ആവുമ്പോൾ 450 രൂപയാണ് വരിക. ഒരു 10,000 കിലോനൊക്കെ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് വരിക 4500 രൂപ വരും. 4500 ടു 5000 രൂപ നമുക്ക് കാറ്റക്കൂലി വരും. 10 തന്നെ. അങ്ങനെ നമ്മളെ ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പോണത് നേരെ വേ ബ്രിഡ്ജ് ആണ്. വേ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ വണ്ടി മൊത്തം തൂക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മളെ ഈ ഏരിയയിൽ വരുന്നത് കുന്നംകുളം ഏരിയയിലാണ്. കുന്നംകുളം പമ്പിന്റെ ഒക്കെ ആ സൈഡിലായിട്ടാണ് നമുക്ക് ഇത് തൂക്കണ ഒരു സ്ഥലമുള്ളത്. ഇപ്പൊ വേ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ. അതില് കണ്ടില്ല, നമ്മൾ വണ്ടി കയറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നമുക്ക് പുറത്ത് ഈ ഓഫീസിൽ വന്നിട്ട് ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളെ നെല്ലിന്റെ വെയിറ്റ് വരുന്നത്. അപ്പൊ ഈ വെയിറ്റ് നമുക്ക് കിട്ടി ഇതിന്റെ 2 ലിസ്റ്റ് കിട്ടും. ഈ ഒരു ലിസ്റ്റ് നമ്മളേലും ഒരു ലിസ്റ്റ് ഏജന്റിന്റെ കയ്യിൽ നമുക്ക് കൊടുക്കും. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിലെത്തിയിട്ട് അവിടുന്ന് മില്ലിൽ നിന്ന് ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റ് വന്നിട്ട് നമുക്കൊരു PRS എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് നമ്മൾ നേരെ ബാങ്കിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. ഇപ്പോൾ 10,000 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ലക്ഷം രൂപയുടെ മേലെ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും.